പിശാച് ഒരു സൂത്രശാലിയും ഒരു ചതിയനുമാണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. We know that enemy, the Satan, is a liar and he is the father of liars. ഹല്ലേലൂയ. Hallelujah. ഈ പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ കർത്താവ് തുറക്കപ്പെടുമാറാകട്ടെ. Amen. This morning, let our inner eyes be open. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ആർഗ്യൂ ചെയ്യുകയും നമ്മൾ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളോട് തന്നെ അത്രേ. Many times we are fighting and we are having the problems and issues with our own friends. എന്നാൽ ഈ ഒരു വസ്തുത മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ് എങ്കിൽ, If we know the truth that this is not the reality and you start praying for that person, ആ വ്യക്തിയുടെ ഉള്ളിൽ പരിവർത്തിച്ച ഹല്ലേലൂയ പൈശാചികമായ ഹല്ലേലൂയ മേഖലകളെ നമ്മൾ ഹല്ലേലൂയ എതിരായി നമ്മൾ നിൽക്കുവാൻ തയ്യാറാണ് എങ്കിൽ, if we are ready to stand against the evil acts of that person, നമുക്ക് നമ്മളെ അതിവാത്സല്യത്തോടെ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി നമ്മളിലേക്ക് മടങ്ങി വരുന്നത് നമുക്ക് കാണാൻ amen, കഴിയും. hallelujah, you could see that the person who loved you the most is returning to your life. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ച ഫലപുഷ്ടി പ്രാപിക്കും നമുക്ക് കാണുവാൻ കഴിയും. And we will see the blessings that God has kept for you. You will receive that back again. അതുകൊണ്ട് അത്ര വചനം പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിനെന്ന്. And that's why the scripture says that you have been called to be blessed, and so bless each ആ other. വ്യക്തിയെ അനുഗ്രഹിക്കുകയും വ്യക്തിയിൽ വ്യാപരിച്ച ദുഷ്ടാത്മാവിനെ ശാസിക്കുകയും ചെയ്യുന്ന അത്ര ഒരു ദൈവപദവിയുടെ ചുമതല. If you are ready to bless the person who's standing against you as an enemy in your life, an obstacle in your life, you start blessing that person, you will receive the blessings in your life. ആ വ്യക്തിയുടെ മടങ്ങിവരവിനായി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളായി തീരണം. Amen, amen. You should be start praying for that person who's standing against you. He will return to the Lord Almighty.